ദിവസം എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടുവരാം. ഇന്ന് ഇത് സംഭവിക്കും. CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ ഇന്ന് തുടങ്ങുകയാണ്. 42 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 7842 സെന്ററുകളിലാണ് പരീക്ഷ സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കം. മെഗാ തൊഴിൽ മേള രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P. പ്രസാദ് നിയമന ഉത്തരവുകളുടെ വിതരണോദ്ഘാടനം നടത്തും. മലയോര ഹൈവേയിൽ കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെ നിർമ്മാണം പൂർത്തിയായ ആദ്യ റീച്ച് ഇന്ന് നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി വൈകുന്നേരം 3-ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം കോടഞ്ചേരി റീച്ചിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നടത്തും. ചാലക്കുടിയിലെ ബാങ്ക് കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. മോഷ്ടാവിനായി അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ വിപുലമായ പരിശോധന. കാട്ടാക്കടയിലെ +1 വിദ്യാർത്ഥിയുടെ മരണത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. സ്കൂളിലെ ക്ലർക്കിനെതിരെ നിരവധി പരാതികൾ ഉയരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം. ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. കുറ്റപത്രം സമർപ്പിക്കുന്നത് കൃത്യം നടന്ന് 1 മാസത്തിന് ശേഷമാണ്. പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാവും കുറ്റപത്രം സമർപ്പിക്കുക. തിരുവനന്തപുരത്ത് 2 കോടി രൂപയുടെ ഡിജിറ്റൽ തട്ടിപ്പ് നടത്തിയ പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രതികളുടെ ബാങ്ക് അക്കൌണ്ടുകളും മൊബൈൽ ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച അന്വേഷണം. മറ്റ് സംസ്ഥാനങ്ങളിൽ സമാന രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. എറണാകുളം വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് മരട് മാതൃകയിൽ പൊളിക്കാനുള്ള സാധ്യത പരിശോധിക്കും. താമസക്കാരെ ഒഴിപ്പിക്കൽ, പുനർനിർമ്മാണം എന്നിവ ചർച്ച ചെയ്യും. കളക്ടർ ചെയർമാനായ പ്രത്യേക സമിതി ഇന്ന് പ്രദേശം സന്ദർശിക്കും. ഡൽഹി മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ BJP നേതൃയോഗം ചേരും. മുഖ്യമന്ത്രി MLA-മാരിൽ നിന്ന് തന്നെ ആകാനാണ് സാധ്യത. അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയ ഇന്ത്യക്കാരുമായി 2ാമത്തെ വിമാനം ഇന്ന് അമൃത്സറിലെത്തും. തിരിച്ചെത്തുന്നത് 119 പേർ. വിമാനം അമൃത്സറിൽ ഇറക്കാനുള്ള തീരുമാനത്തിനെതിരെ പഞ്ചാബ് സർക്കാരിന്റെ പ്രതിഷേധം. ഹമാസ് ഇന്ന് 3 ബന്ദികളെ മോചിപ്പിക്കും. മോചിപ്പിക്കുന്നവരുടെ പേര് വിവരം ഹമാസ് പുറത്തുവിട്ടു. വിവരങ്ങൾ ലഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. തൃശൂർ വേലുപ്പിള്ളി ഉത്രം വിളക്കിന് കുടുങ്ങാപ്പുഴ മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കം. രാവിലെ ആനയൂട്ട്, പിറന്നാൾ സദ്യ എന്നിവ നടക്കും. വൈകിട്ട് 3-ന് കാഴ്ചശീലി. കണ്ണൂർ പൂവഞ്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട ഉത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അഷ്ടമംഗല്യ സ്വർണ്ണ പ്രശ്നത്തോടെ പരിപാടികൾക്ക് തുടക്കമാകും. 18-ന് കളിയാട്ടം സമാപിക്കും. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായക മത്സരം ഇന്ന്. മോഹൻ ബഗാനാണ് എതിരാളി. മത്സരം രാത്രി 7:30-ക്ക് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ.